ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. ചോറോഡ് ഈസ്റ്റ് മാങ്ങോട്ടുപാറയിൽ പ്രവർത്തിച്ചുവരുന്ന ടി ഗാർമെന്റ്സിൽ ടൈലറിംഗ് ട്രെയിനിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം ചോറോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ മാസ്റ്റർ നിർവഹിച്ചു. പുതിയ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തുറക്കുന്ന ഇത്തരം സംരംഭങ്ങൾ വഴിയൊരുക്കുന്നതിന് നാട്ടുകാരുടെ സഹകരണം പ്രധാനമാണെന്നും സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പോലുള്ള കാര്യങ്ങൾ സർക്കാർ ലഘൂകരിച്ചെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ മേഖലയിൽ നമ്മൾ വലിയ വില കൊടുത്ത് റെഡിമെയ്ഡ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന വസ്ത്രങ്ങളെക്കാൾ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മാണം നടത്തുക. ആ നിലയിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സഹകരണവും പിന്തുണയും ഉണ്ടാവണം. അത് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മുടെ പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. പണ്ട് നമ്മുടെ കേരളത്തിനെതിരായി ഇതുപോലെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ നാട്ടിലുള്ള ആളുകളോ പുറത്തുള്ള ആളുകളോ തയ്യാറാകുന്നില്ല. ഇന്നത് മാറി വലിയ രൂപത്തിലുള്ള മാറ്റം ഉണ്ടാക്കിയത് ഏറ്റവും അവസാനമായി വന്ന നിയമമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ തുടങ്ങാം. കുറച്ചു മുമ്പേ തന്നെ അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്. ഒരു വ്യവസായം തുടങ്ങി 3 വർഷത്തിനുള്ളിൽ ആവശ്യമായ എല്ലാ സാങ്കേതികത്വങ്ങളും പൂർത്തിയാക്കിയാൽ മതി. മറിച്ച് നേരത്തെയുള്ളതുപോലെ എല്ലാ സാങ്കേതികത്വവും പൂർത്തിയാക്കി വ്യവസായം തുടങ്ങുക എന്നതല്ല ഇപ്പോഴുള്ള നയം. അപ്പൊ ആ നയത്തിന്റെ ഗുണം കൂടി ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള പുതിയ ധാരാളം ചെറുപ്പക്കാരികളുണ്ട്. നമ്മുടെ വിലപിക്കാതെ ചെറുപ്പക്കാരികളും ലഹരിയുടെ മായാലോകത്ത് പോകുന്നു. അവരൊക്കെ പോകാൻ ഇടയാക്കുന്ന സാഹചര്യം അവർക്ക് നമ്മളൊന്നും കൊടുക്കുന്നില്ല. അവർക്ക് ചെയ്യാനുള്ള പ്രവൃത്തി നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ ഈ തരത്തിൽ ചെറുകിട വ്യവസായശാലകളിൽ ജോലി ചെയ്തുകൊണ്ട് പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാനും മറ്റുമുള്ള നല്ല നിലയിലുള്ള പ്രോത്സാഹനം അവർക്കും ലഭിക്കണമെങ്കിൽ നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കാണണം. ഈ മാങ്ങാട്ടുപാറക്കാരുടെ ഒരു സങ്കടമായി കിടക്കുന്ന ഓട് ഫാക്ടറി നിങ്ങളിപ്പോൾ നിങ്ങളെ മനസ്സിൽ വലിയ സങ്കടമല്ലേ? ഏക്കർ കണക്കിന് സ്ഥലം, വലിയ കെട്ടിടങ്ങൾ, ഇതൊക്കെ ഒരു ഗുണവുമില്ലാതെ വെറുതെ കിടക്കുകയാണ്. പണ്ട് ഇവിടെ തുടങ്ങി നോക്കിയ ഒരു ചെറുകിട വ്യവസായമായിരുന്നു. അതുപോലെ ആ സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയാൽ 2 തരത്തിലുള്ള മേന്മ നമുക്ക് ലഭിക്കും. ഒന്ന്, ചെറുപ്പക്കാരൻ നാടിന്റെ സ്വത്തായി, വീടിന്റെ സ്വത്തായി മാറും. മറ്റൊന്ന്, അവരുടെ കുടുംബം അതുവഴി ആ സമൂഹവും നല്ല നിലയിൽ മുന്നോട്ട് പോകും. ഈ തരത്തിലുള്ള കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കൂടി ഇബ്രാഹിമിയുടെ സ്ഥാപനം നമ്മളെ സഹായിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യൂണിറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു. ചടങ്ങിൽ KP അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ജംഷിദ, പ്രസാദ് വിലങ്ങിൽ, ഷിനിത ചെറുവത്ത്, രാജേഷ് ചോറോഡ്, CP മുനീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. TT ഇബ്രാഹിം സ്വാഗതവും ഇടവന സക്കീന നന്ദിയും പറഞ്ഞു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.